புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. ശാരദേ, മക്കളെന്തേ? അവർക്ക് ഇതുവരെ എണീക്കാറായില്ലേ? രണ്ടുപേരും കുളിച്ച് റെഡിയായിട്ട് വരുന്നുണ്ട്. തന്തപ്പടി രാവിലെ തന്നെ കട്ടക്കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. എടാ, അച്ഛനോട് ഇങ്ങനെയാണ് സംസാരിക്ക? ഇപ്പൊ രാജ്യഭരണായിരുന്നെങ്കിൽ തമ്പുരാൻ സ്ഥാനത്ത് നിന്ന് ഈ നാട് ഭരിക്കേണ്ട ആളൊരു ബഹുമാനം ഇല്ലാതാണോ സംസാരിക്കുന്നത്? എന്റെ അമ്മേ, അവൻ വെറുതെ പറഞ്ഞതല്ലേ, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട്. നീ ചേട്ടനാന്ന് പറഞ്ഞ് അവന്റെ എല്ലാ കുരുത്തക്കേടിനും അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നോ? അവര് പിള്ളേരല്ലേ, നിങ്ങളത് കാര്യാക്കണ്ട മക്കളെ. ദേ, ജോലിക്ക് പോകാൻ ടൈമായി. രണ്ടാള് റെഡിയല്ലേ? പോവാമെങ്കി. എന്ത് കുരുത്തക്കേട് കാണിക്കുമ്പോഴും ഇങ്ങനെ പിള്ളേരാന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തോ, അവസാനം നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. ഞങ്ങളങ്ങനെ മോശപ്പെട്ട പിള്ളേരൊന്നും അല്ല അമ്മ. ചെറിയ ചെറിയ കുറുമ്പുകൾ, അതില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അതർവൈസ് വി ആർ എ ഗുഡ് ബോയ്സ് അല്ലടാ? പിന്നല്ല. മതി വാചകടിച്ചത്, പോവാൻ നോക്ക്. ഏട്ടാ, നമ്മുടെ അമ്മ എന്താടാ ഇപ്പോഴും 19-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്തെ? അത് നിനക്ക് അമ്മയോട് നേരിട്ട് ചോദിക്കായിരുന്നില്ലേ? അയ്യോ, ഞാനില്ലേ, എന്നിട്ട് വേണം പഴയകാല ചരിത്രങ്ങൾ മുഴുവൻ വിളമ്പാൻ. Drums on the track. നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ പെണ്ണേ? எதிரில் வந்து நின்றாரே எனது நிலைமையென்னாகும், விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன். நீயே எனதுயிர் சட்டம், நீயே எதிர்வரும் திட்டம், நீயே நானாகிறேன். ഞാനൊന്ന് നന്നായി ഒരുങ്ങിക്കോട്ടെ എന്റെ മുത്തശ്ശി. എന്റെ കുട്ടി ആരെ കാണിക്കാൻ വേണ്ടിട്ടാ ഈ നന്നായി ഒരുങ്ങുന്നതെന്നൊക്കെ ഈ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് നടക്കുന്ന് എന്റെ കുട്ടിക്ക് തോന്നണുണ്ടാ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ കുട്ടിയുടെ ആഗ്രഹം എന്താ അതതുപോലെ നടക്കണമെന്ന ഈ മുത്തശ്ശിക്ക് ആഗ്രഹം. പക്ഷേ അത് എന്റെ കുട്ടിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും കഥ പറച്ചിൽ ഒരുക്കൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞങ്ങള് വെറുതെ കുശലം പറഞ്ഞിരുന്നതാ. എങ്കി മുത്തശ്ശിയും കൊച്ചുമോളും ഇറങ്ങാൻ നോക്ക്. അല്ല, ഇതാരൊക്കെയാ വരുന്നേ? തമ്പുരാനും തമ്പുരാട്ടിയും അല്ലേ? എന്തിനാ സുകുമാര തമ്പുരാൻ എന്നൊക്കെ വിളിക്കണത്? ആ കാലൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോ ഞങ്ങളും നിങ്ങളെ പോലൊക്കെ തന്നെയാ.
കാലം എത്ര കഴിഞ്ഞാലും നിങ്ങള് ഞങ്ങൾക്ക് തമ്പുരാനും തമ്പുരാട്ടിയും തന്നെയാ. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, അവരെ വിളിച്ചോട്ടേനെ. അത് കേൾക്കുമ്പോ തന്നെ ഒരു പ്രൗഢിയല്ലേ, ഒരു സുഖം. നീ ഒന്നും മിണ്ടാതിരുന്ന ശാരദേ, കാലം എത്ര കഴിഞ്ഞതാ, എന്നിട്ടും എനിക്ക് ആ സുഖം വേണ്ട. വല്യേട്ടാ, ഇവിടുന്ന് മുങ്ങാൻ എന്താ ഒരു വഴി? നീ എങ്ങോട്ടാ മുങ്ങാൻ നോക്കുന്നേന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ചെല്ല് ചെല്ല്, എവിടേക്കാച്ചാ പോ, ഞാൻ എന്തേലും കള്ളം പറഞ്ഞോളാം. എന്റെ പൊന്നു ചേട്ടൻ, നന്നായി നോക്കിക്കോണേ. ശരി അപ്പൊ. ഏട്ടാ, ഷാരി ഏട്ടനോട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ശരി മോളെ, സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി ഏട്ടാ, ഞാൻ വേഗം പോയിട്ട് വേഗം വരാം. ഇന്നും ഷാരി ഏട്ടനും അവിടെ നിൽക്കുന്നുണ്ട്. അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞല്ലേ മോള് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്തിനാടേ ഇങ്ങനെ കള്ളം പറയുന്നേ? പിന്നെ ഞാൻ എന്ത് പറയാനാടേ? നിനക്കറിയാവുന്നതല്ലേ എല്ലാം. നീ എന്തിനാ മോളെ അവളെ വിഷമിപ്പിക്കുന്നത്? എല്ലാം നിനക്കറിയുന്നതല്ലേ. നീ ചെല്ല് അവളുടെ കൂടെ. ശരി ഏട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. ഹലോ മിസ്റ്റർ റോമിയോ, കാത്തിരുന്ന് മുഷിഞ്ഞോ? കാത്തിരുന്ന ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. എടി, അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ കുറച്ചു നേരം സംസാരിക്കട്ടെ. ആകെ 10 മിനിറ്റേ കിട്ടുള്ളൂ. അത്രയെങ്കിലും നേരം ഞാൻ എന്റെ ചെക്കൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. ആ, അല്ലേലും നീ അങ്ങനെയാണല്ലോ. പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞ കൂരായണ. നമ്മളില്ലേ, ഞാൻ അങ്ങോട്ട് മാറി നിക്കാം. വേഗം സംസാരിച്ചിട്ട് വരാൻ നോക്ക്. നീ എന്താ വരാൻ വൈകി? ഞാൻ എത്ര ടൈമായെന്നറിയോ ഇവിടെ വന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് തമ്പ്രാന്റെ പോലെ അങ്ങനെയൊന്നും വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. ആ, ഈ നാട്ടില് ഇനി നീയും കൂടെ ബാക്കിയുള്ളൂ അങ്ങനെ വിളിക്കാനായിട്ട്. നിനക്കൊന്നും വേറൊരു പണിയില്ലേ? അതൊക്കെ പണ്ട് കാലത്തെ ആചാരങ്ങളാ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? ഇപ്പോഴും അതൊക്കെ കൊണ്ട് നടക്കുന്നവരാണ് പിടിച്ചു തല്ലാൻ. ഇനി അതിൽ പിടിച്ച് കയറണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ ഇങ്ങോട്ട് വന്നേ പെണ്ണെ. ഏയ് മീനു, നീ എന്തിനാ കരയുന്നേ? കരയാതിരിക്കേ. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെടാത്തോണ്ടാണെങ്കിൽ ഐ എം സോറി. അതല്ല വരുണേട്ടാ, നമ്മുടെ ഈ ബന്ധത്തെ നമ്മുടെ വീട്ടുകാര് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതിനാണോ നീ കരയുന്നേ? അതൊക്കെ സമയാവുമ്പോ പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ വലിയ പ്രമാണിമാരാ, ഞങ്ങൾ പാവപ്പെട്ടവരും. പോരാത്തതിന് ഈ നാട്ടിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ മകന വരുണേട്ടൻ. അപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തേ ചെയ്യുള്ളൂ. എനിക്കെല്ലാം ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട് വരുണേട്ടാ. നീ വിഷമിക്കാതിരിക്കെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ ഏട്ടനെല്ലാം അറിയാം. ഏട്ടൻ നല്ല സപ്പോർട്ടീവാ. പിന്നെ അച്ഛനും സപ്പോർട്ട് ചെയ്തോളും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാ അമ്മയ്ക്ക്, അത് ഞങ്ങൾ എങ്ങനെയും പറഞ്ഞ് ശരിയാക്കിക്കോളാം. നീ വിഷമിക്കാതിരിക്കെ. പിന്നെ നിന്നെ അല്ലാതെ ഈ വരുൺ വേറൊരാളെയും വിവാഹം കഴിക്കില്ല. അതില് നീ പേടിക്കേ വേണ്ട. ഏയ് രാമ, എന്താ നീ വീടിന്റെ മുന്നിൽ കൂടെ പോയിട്ട് ഒന്നകത്തോട്ട് കയറാണ്ട് പോകുന്നേ? അല്ല, ഞാൻ തമ്പുരാന്റെ വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞ അത് ശരിയല്ലല്ലോ. രാമ, നിന്റെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞു അങ്ങനെയൊന്നും എന്നെ തമ്പുരാന്ന് വിളിക്കണ്ടാന്ന്. അല്ലേലും നമ്മുടെ മക്കളൊക്കെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരല്ലേ.
അതിൻ്റെയെങ്കിലും സ്നേഹം നിനക്ക് കാണിച്ചൂടെ? നീ എന്തിനാ ഇപ്പോഴും പണ്ടത്തെ പോലെ അകലം പാലിക്കുന്നേ? ഞാൻ നിന്റെ അടുത്ത് തമ്പുരാനായിട്ടൊന്നും വന്നില്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അകത്തോട്ടൊന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. രാമ, നീ ഇവിടെ ഇരിക്കട്ടാ, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ ഇപ്പൊ വരാം. ഈ മനുഷ്യ, നിങ്ങൾക്കൊക്കെ നാണാവില്ലേ? അയാളൊക്കെ താഴ്ന്ന ജാതിപ്പെട്ടവരാ, എന്നിട്ട് വീട്ടിൽ വിളിച്ച് സൽക്കരിച്ച് ചായയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് അല്പം പോലും ബോധമില്ലേ? ബോധമില്ലാത്തത് എനിക്കല്ല, നിനക്കാ. ഇപ്പോഴും ജാതിയും മതവും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന നിനക്ക് കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ. പണ്ട് നമ്മള് അങ്ങനെയൊക്കെ കണ്ടിരുന്നിരിക്കാം. പക്ഷേ ഇപ്പൊ കാലം ഒരുപാട് കഴിഞ്ഞു. ഇപ്പോഴും നീ അത് വെച്ചിരിക്കാന്ന് പറഞ്ഞ എനിക്ക് തന്നെ നാണക്കേടാ. ഇപ്പൊ എല്ലാവരും മനുഷ്യരാ, തുല്യരാ. നമ്മളെല്ലാവരും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോണവരല്ലേ. നിനക്ക് കുറച്ച് വിവരം ഉണ്ടാവണ്ടേ? എന്തിനാ നീ വെറുതെ? അവൻ പാവൊരു മനുഷ്യനാ, നമ്മളെപ്പോലെ തന്നെ. അവർക്ക് വേറെ കൊമ്പോ വാലോ ഒന്നുമില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. പോയി ചായ എടുത്തു കൊണ്ടുവരാ. ഈ ഒരു കാര്യത്തില് എന്നെ തിരുത്താൻ നിൽക്കണ്ട. ഞാൻ മാറാൻ പോണില്ല. ഞാൻ മേൽജാതിയും അവര് കീഴ്ജാതിക്കാരും തന്നെയാ. ചായ വേണേ നിങ്ങൾ ഇട്ട് കൊടുക്ക്. അങ്കിളെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഞാൻ ജോലിക്ക് പോവായിരുന്നു. അപ്പോഴാ തമ്പുരാൻ എന്നെ കണ്ടിട്ട് ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞത്. മോൻ ജോലിക്ക് പോവായിരിക്കുമല്ലേ? അതെ അങ്കിൾ, ഞങ്ങള് ജോലിക്ക് ഇറങ്ങിയതാ. അങ്കിൾ ഇരിക്കി. എന്തായാലും അച്ഛൻ അകത്തുണ്ട്, ഇപ്പൊ വരും. താനിരുന്ന് മുഷിഞ്ഞോ? ഞാൻ ചായ ഇടാൻ പോയേക്കായിരുന്നു. അവൾക്ക് തീരെ വയ്യ, തലവേദന. അപ്പോ ഞാനാ ചായ ഇട്ടത്. കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറയുന്നിട്ട്. അയ്യോ, അങ്ങൊന്നും എന്തിനാ കഷ്ടപ്പെട്ടെ? എനിക്ക് ചായയൊന്നും വേണ്ടായിരുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ജോലിക്ക് സമയായി, ഞാൻ ഇറങ്ങാം. പാവം മനുഷ്യനാവൻ. എനിക്ക് ചെറുപ്പം തൊട്ടേ അവനെ നന്നായിട്ടറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ നിലയിലെത്തിയത്. അച്ഛാ, അമ്മയ്ക്ക് എന്താ പറ്റിയ? തലവേദനയാന്ന് പറഞ്ഞു. അവൾക്കൊരു കുഴപ്പമില്ല മക്കളെ. അവൾക്ക് രാവിലെ ചായ ഇട്ട് കൊടുക്കാൻ മടി. അവൻ താഴ്ന്ന ജാതിക്കാരനാണ് പോലും. അമ്മ എന്താ അച്ഛാ ഇങ്ങനെ? മുത്തശ്ശി, എന്താ പരിപാടി? അല്ല, ഇതാരിത്? ഗംഗമോളോ? ഈയിടയ്ക്ക് ഇവിടേക്കുള്ള വരവൊക്കെ കുറഞ്ഞല്ലോ. എന്ത് വർത്താനം മുത്തശ്ശി പറയണേ? കഴിഞ്ഞ ആഴ്ച കൂടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോയേ. ജോലി തിരക്കായതുകൊണ്ടാ ദിവസവും വരാൻ പറ്റാത്തത്. അല്ലേലും മുത്തശ്ശി ഇങ്ങനെയാന്ന് നിനക്കറിഞ്ഞൂടെ? നിന്നെ ഇന്നലെ കണ്ടാലും മുത്തശ്ശി പറയും, കൊറേ ദിവസമായില്ല മോളെ കണ്ടിട്ടെന്ന്. അല്ല, നീ ഇന്നെന്താ പ്രത്യേകിച്ച്? ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് ഇറങ്ങിയതാ. നിനക്കാണെങ്കി അങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് വരാമെന്ന്. ഓ, ആയിക്കോട്ടെ, മതിയടി കളിയാക്കിയത്. ആരിത്? ഗംഗമോളോ? ഗംഗമോളെന്ന് വന്നാ നന്നായി. നീ ഇവിടെ കൊണ്ടുപോയി ഒന്ന് നന്നായിട്ട് ഒരുക്കിയേ. എന്നെന്തിനമ്മ ഒരുക്കുന്നേ? അല്ല, ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ? നിന്നെന്ന് ഒരു കൂട്ടര് കാണാൻ വരുന്നുണ്ട്, അതിനു വേണ്ടിയാ ഒരുങ്ങാൻ പറഞ്ഞത്. പെണ്ണ് കാണാനോ? എന്നിട്ട് അമ്മ എന്താ എന്റെ അടുത്ത് നേരത്തെ പറയാഞ്ഞേ? പറഞ്ഞ നീ സമ്മതിക്കില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാ പറയാതിരുന്നത്. അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. പിന്നെ എന്തിനാ? മോളുടെ വിഷമം എന്തിനാന്ന് അമ്മയ്ക്കറിയാം. കല്യാണം കഴിഞ്ഞാ ഞങ്ങളെയൊക്കെ വിട്ട് ദൂരേക്ക് പോണ്ടേന്ന് ആലോചിച്ചിട്ടല്ലേ. അതൊന്നോർത്ത് മോള് വിഷമിക്കണ്ട. മോൾക്ക് അറിയുന്ന വീട്ടിലെ തന്നെ പയ്യനാ. നമ്മുടെ ഷാരിയുടെ ബ്രദറില്ലേ, ദീപു, അവനാ പയ്യൻ. എന്ത്? ദീപേട്ടനോ? ദീപേട്ടൻ സമ്മതിച്ചോ? പിന്നെ ദീപു സമ്മതിക്കാണ്ട് അവര് പെണ്ണ് കാണാൻ വരും. നീ എന്തായാലും വേഗം പോയി റെഡി ആവാൻ നോക്ക്. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മുത്തശ്ശി, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ വിഷമിക്കാതിരിക്കെ കുട്ടി. ദീപുവിനും ശാരിക്കും ഒക്കെ വരുണിന് നീയായിട്ടുള്ള ബന്ധം അറിയണതല്ലേ. അപ്പോ നമുക്ക് എന്തെങ്കിലും വഴി കാണാം. നീ പോയി റെഡിയാവാൻ നോക്ക്.
മുത്തശ്ശി പറഞ്ഞാലും കാര്യമുണ്ട്. നീ പോയി വേഗം റെഡിയാവ്. വെറുതെ അച്ഛനും അമ്മയും ദേഷ്യം പിടിപ്പിക്കണ്ട. ഇനി പിള്ളേർക്ക് പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ അല്ലേ? അവർക്ക് എന്ത് സംസാരിക്കാനുണ്ടാവാനാ? സ്ഥിരം കാണുന്നതല്ലേ. ഇത്രയും നാള് അവര് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. ഇപ്പോ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവാ. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാവും. നിങ്ങൾ ചെല്ലു മക്കളെ. ദീപേട്ടന് എല്ലാം അറിയാവുന്നതല്ലേ. എന്നിട്ട് ദീപേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. മീനാക്ഷി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയുന്നത് നീ മുഴുവനായിട്ട് കേൾക്കണം. ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത് നിന്റെ അച്ഛനാ. ഇത് കേട്ടപ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. കാരണം അറിയുന്ന പെൺകുട്ടി, എല്ലാം കൊണ്ടും നല്ല കുടുംബം. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്നുണ്ടായിരുന്നില്ല. നിന്നെക്കുറിച്ച് മോശം പറയാൻ പറ്റും, അല്ലെങ്കിൽ നിൻ്റെയും വരൻ്റെയും റിലേഷൻഷിപ്പ് അവരുടെ അടുത്ത് പറയാൻ പറ്റും. ഒന്നിനും പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരിട്ട് കാണാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്തെങ്കിലും വഴി കാണാം. അല്ലാതെ ഞാൻ എന്താ പറയാ? സോറി ദീപേട്ട, പെട്ടെന്ന് ഇതൊക്കെ സംഭവിച്ചപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പക്ഷെ നമ്മൾ ഇനി എന്താ ചെയ്യാ? നമ്മുടെ വീട്ടുകാരോട് എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം? നമ്മളിപ്പോൾ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിച്ചമച്ച കഥയാണെന്ന് തന്നെയാണ് അവർ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്. വരുണിൻ്റെ അടുത്ത് കാര്യം പറയാം. എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. അത് ദീപേട്ടൻ പറയുന്നത് തന്നെയാ ശരി. ഞാൻ വരുണേട്ടനോട് പറയാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കാം. വന്നോ രണ്ടുപേരും? സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാ? അവർക്ക് പരസ്പരം അറിയുന്നതല്ലേ, അപ്പൊ അധികം സംസാരിക്കാനൊന്നും കാണില്ല അല്ലേടാ? നിങ്ങൾക്ക് രണ്ടാക്കും പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്കപ്പോ ഇതങ്ങ് ഓർപ്പിക്കാല്ലേ? അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിവാഹം എന്തായാലും 1 വർഷത്തിന് ശേഷം മതി. ഓ, അതായിരുന്നു. അതെന്താച്ചാ മോൻ പറയുന്നത് പോലെ മതി. 1 വർഷമെങ്കിൽ 1 വർഷം. അതില് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. എങ്കിലപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുക. ആഹാ, ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ? ഈ പിശാശി എണീക്ക്. വരുണേട്ടൻ എന്താ ഇവിടെ? അതും ഈ നേരത്ത്? പിന്നെ നിന്റെ കല്യാണം ഉറപ്പിച്ചത് അറിഞ്ഞിട്ട് ഞാനെന്താ അവിടെ ഇരുന്ന് വിശ്രമിക്കണോ? നിങ്ങളുടെ അടുത്ത് അപ്പോഴേക്ക് ആരാ ഇത് വന്ന് പറഞ്ഞേ? വൈകിട്ട് ദീപു വന്നിരുന്നു എന്നെ കാണാൻ. കേട്ടപ്പോ തന്നെ എനിക്ക് എന്തോ പോലെയായി. അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ എത്ര പേടിച്ചെന്നറിയോ? പിന്നെ ദീപേട്ടൻ എല്ലാം ശരിക്കും ഹാൻഡിൽ ചെയ്തു. നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. വരുണേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും കാരണം നമ്മള് 1 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളില് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇത് കേട്ടപ്പോ അവിടെ ഇരിപ്പുറപ്പിച്ചില്ല. അതാ നിന്നെ കാണാൻ ഓടി ഇങ്ങോട്ട് വന്ന്. നീ പേടിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. നീ ഒരു കാര്യം ചെയ്. നാളെ രാവിലെ 10 മണിക്ക് ശാരിയെയും ദീപുവിനെയും കൂട്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് വാ. ഞാനും ഏട്ടനും അവിടെ കാണും. നമുക്ക് അവിടെ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ വരുണേട്ടനെ മാത്രമേ വിവാഹം കഴിക്കൂ. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയും. നീ എന്തൊക്കെ ഈ പെണ്ണെ പറയുന്നേ? അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. നീ വിഷമിക്കാതിരിക്കേ.
എങ്ങോട്ടാ നേരത്തെ? ഒന്ന് പുറത്തു പോവാം മുത്തശ്ശി, ദീപേട്ടനും ശാരിയുടെയും കൂടെ. എന്താ നിങ്ങളുടെ പ്ലാൻ? അറിയാലോ, ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കണം. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ മീനുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്, അത് ഓർമ്മ വേണം. എന്ത് ചെയ്യാണെങ്കിലും നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. നിനക്കറിയാലോ വീട്ടിലെ കാര്യങ്ങള്. അച്ഛനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം, പക്ഷേ അമ്മ. അത് വിവേകേട്ടൻ പറഞ്ഞത് കറക്റ്റാ. എന്ത് തീരുമാനം എടുക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ എടുക്കണം. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ തന്നെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ഈ കാര്യം അവതരിപ്പിക്കാം. നിന്റെ അച്ഛനും ഒക്കെ ആയിരിക്കും, പക്ഷേ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? എന്താ, അതിന് മറുപടി ഇല്ലേ? മീനു, ഞാൻ വിളിച്ച നീ ഇറങ്ങി വരൂ. എൻ്റെ അച്ഛനും ഏട്ടനും എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് വേറെ ആരെയും എനിക്ക് പേടിക്കാനില്ല. അമ്മയെങ്ങാനും സമ്മതിക്കാണ്ടിരുന്ന ഞാൻ വരും നിന്റെ വീട്ടിലേക്ക് നിന്നെ വിളിച്ചിറക്കാൻ. നീ അപ്പോ എന്റെ കൂടെ വരൂ. ഞാൻ വരാൻ വരുണേട്ടാ. വരുണേട്ടൻ എവിടെ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. എനിക്ക് വരുണേട്ടനില്ലാതെ പറ്റില്ല. ഞാൻ ജീവിക്കാണെങ്കിൽ വരുണേട്ടന്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ എന്ത് കാര്യത്തിനും എല്ലാത്തിനും എപ്പോഴും ഞാനുണ്ടാവും കൂട്ടായിട്ട്. എല്ലാം ശ്രദ്ധിച്ചും കണ്ടും വേണം ചെയ്യാൻ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം കീഴ്മേ മറിയും. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഇത്ര വേഗം തിരിച്ചു വന്ന രണ്ടും പോയിട്ട്? അമ്മ, എനിക്ക് അമ്മയുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതെന്താ പതിവില്ലാതെ ഒരു മുഖവരയൊക്കെ? നിനക്കെന്താ പറയാനുള്ളത്? ആദ്യം അവൻ എന്താ പറയാനുള്ളതെന്ന് നീ ഒന്ന് കേക്ക്, എന്നിട്ട് പറയാലോ. അമ്മ, അച്ഛ, എനിക്ക് മീനാക്ഷിയെ ഇഷ്ടാ. വിവാഹം കഴിച്ച കൊള്ളാവുന്നുണ്ട്. നിങ്ങള് രണ്ടുപേരും അതിന് സമ്മതിക്കണം. നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. ശാരദേ, അവൾക്ക് എന്താ ഒരു പ്രശ്നം? ഒരു കുറവുമില്ലാത്ത കുട്ടിയല്ലേ. അവൻ അവളെ ഇഷ്ടമെങ്കിൽ എനിക്ക് സമ്മതാ. താങ്ക്സ് അച്ഛ. അമ്മയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ച എന്താ പ്രശ്നം? അവൾക്ക് നല്ല വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ, നല്ല സ്വഭാവമാണ്. പ്ലീസ് അമ്മ, ഒന്ന് സമ്മതിക്ക്. അവൻ പറയുന്നതിൽ കാര്യമില്ലേ അമ്മ? അമ്മയ്ക്ക് മാത്രം എന്താ ഇപ്പോഴും ഇങ്ങനെയൊക്കെ? ഓ, അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യത്തിന് ഒറ്റക്കെട്ടാണല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു താഴ്ന്ന ജാതിക്കാരെ നീ വിവാഹം കഴിക്കുന്നതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്റെ ശവം നീ കാണും. നീ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ, ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ദീപേട്ടാ, പേടിക്കണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങളുടെയൊക്കെ ഒന്ന് ചൂടാറുന്നത് വരെ നിങ്ങൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാം ഒന്ന് ആറിത്തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാലോ. ഇവൻ ഇതെന്താ കാണാത്തത്? ഇവിടെ തന്നെ നിൽക്കാനല്ലേ അവൻ പറഞ്ഞത്. എന്തിരിപ്പാ മോളെ ഇത്? എത്ര നാളെന്ന് വിചാരിച്ച ഇങ്ങനെ ഇരിക്കുക? മോളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവാണ്ടല്ല, പക്ഷേ എത്രയെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ഇരിക്കുക? മോളുടെ ഈ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അച്ഛനമ്മയ്ക്ക് സഹിക്കുന്നില്ല. ദേ നോക്കിക്കേ, ആരാ മോളെ കാണാൻ വന്നിരിക്കുന്നേന്ന്. മീനു, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നീ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. നീ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ മറ്റാരേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. നിനക്കുണ്ടായ നഷ്ടം ഞങ്ങൾ ആരെ കൊണ്ടും നികത്താൻ പറ്റുന്നതല്ല. എന്നാലും കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ എല്ലാവരും എത്ര വിഷമിച്ചെന്ന് നിനക്കറിയൂ. ഇനിയെങ്കിലും നീ
കഴിഞ്ഞതെല്ലാം മറക്കണം. എന്നിട്ട് ദീപുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. ഏട്ടാ, എന്തൊക്കെ ഈ നേരത്ത് പറയുന്നത്? ഇപ്പൊ അതിനുള്ള സാഹചര്യമല്ല. മതി, നിർത്ത്. കൊറേ ആയാലോ എല്ലാവരും ഇവിടെ കിടന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല എന്റെ മനസ്സിലെത്തി ഞാൻ എത്ര വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും പ്ലീസ് എന്നൊന്ന് തനിയെ വിട്. മുത്തശ്ശി, ഞാനീ ചെയ്യുന്നത് തെറ്റാണെന്ന് മുത്തശ്ശിക്കും തോന്നുന്നുണ്ടോ? ഞാൻ അച്ഛനും അമ്മേനെയും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ? എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്യുന്നില്ല. നിനക്കറിയോ, മുത്തശ്ശൻ മരിക്കുമ്പോൾ എനിക്ക് പ്രായം വെറും 24. നിന്റെ അച്ഛന് 2 വയസ്സും. ഒരുപാട് പേര് നിർബന്ധിച്ചു വേറൊരു വിവാഹം കഴിക്കാൻ. കൂടെ നിൽക്കാനും എല്ലാത്തിനും ആശ്വസിപ്പിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇനിയൊരു വിവാഹം വേണ്ടെന്ന്. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുന്ന വേദന അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവൂ കുട്ടിയെ. മുത്തശ്ശി ചെയ്ത പോലെ ചെയ്യാൻ എൻ്റെ കുട്ടിയോട് മുത്തശ്ശി ഒരിക്കലും പറയില്ല. കാരണം അന്ന് മുത്തശ്ശിക്ക് കല്യാണം കഴിഞ്ഞ് 2 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. അതുകൊണ്ടാ. പക്ഷെ എൻ്റെ കുട്ടി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നിനക്ക് ഒരാൺതുണ വേണം. കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റാനില്ല മുത്തശ്ശി. നിങ്ങളൊക്കെ ഞാൻ കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് സത്യം അറിയാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന വരുണേട്ടൻ എന്തിനന്ന് രാത്രി ആത്മഹത്യ ചെയ്തെന്ന് എനിക്കറിയണം മുത്തശ്ശി. വരുൺ ആത്മഹത്യ ചെയ്തതല്ല. സത്യങ്ങളൊക്കെ നീ അറിയണം. പിന്നെ പറ ദീപേട്ട, എന്റെ വരുണേട്ടന് പിന്നെ എന്താ സംഭവിച്ചത്? എനിക്കറിയണം, പറ. പറയാം. എല്ലാം പറയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയും സത്യങ്ങൾ ആരും പറയാതെ പോവരുത്. അന്ന് ഞങ്ങള് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വിവാഹക്കാര്യം പറഞ്ഞതിന് ശേഷം അമ്മ ഒരുപാട് എതിർത്തു. അന്ന് രാത്രി നിന്നെയും കൊണ്ട് ഇവിടുന്ന് നാട് വിടാൻ അവൻ ഒരുങ്ങിയതാ. എടാ, നീ എല്ലാം എടുത്തിട്ടില്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എല്ലാ കാര്യവും ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ അവിടെ ചെല്ലുമ്പോ അവന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ബാക്കിയെല്ലാം അവൻ നോക്കിക്കോളും. ആടാ, ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഏട്ടൻ ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ അച്ഛനെ നന്നായി നോക്കണം. അതോർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഇവിടത്തെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. വേഗം ഇറങ്ങാൻ നോക്ക്. അപ്പോ അവൾക്ക് വേണ്ടി അച്ഛനും അമ്മേനും ഉപേക്ഷിച്ചു പോവാൻ മോൻ തയ്യാറായല്ലേ? ആരെയും ധിക്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ അമ്മയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി. അതുകൊണ്ടാ. സോറി മോനെ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തില് അമ്മ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അച്ഛൻ അമ്മയുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചു. അപ്പോ അമ്മയ്ക്കും തോന്നി മോന്റെ അടുത്ത തീരുമാനം ശരിയാണെന്ന്. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. മോൻ ആരാണെന്ന് വെച്ചാ വിവാഹം കഴിച്ചു. അമ്മയ്ക്ക് പൂർണ്ണ സമ്മത. സത്യാണോ അമ്മേ? ഈശ്വര, ഇത് കേൾക്കുമ്പോ അവർക്കൊക്കെ ഒരുപാട് സന്തോഷാവും. ഞാൻ വേഗം അവരെ വിളിച്ച് പറയട്ടെ. ഏയ്, അവരെ വിളിച്ചൊന്നും പറയണ്ട. കാരണം മോനോടൊന്ന് പോകുന്നത് തന്നെയാ നല്ലത് ഇപ്പൊ. കുറച്ചു നേരം അമ്മയ്ക്ക് മോന്റെ അടുത്ത് തനിയെ സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളേ? എന്തായാലും മോൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവല്ലേ. കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ല. അപ്പൊ കുറച്ച് ഉപദേശിക്കാനുണ്ട്. നീ നിന്റെ റൂമിൽ പോവാൻ നോക്കിയേ. ഞങ്ങൾ അമ്മയ്ക്കും മോനും കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് കഴിഞ്ഞ ഇവൻ പൊക്കോട്ടെ. ഓ, ഇപ്പൊ നിങ്ങളെ അമ്മയും മോനും സെറ്റ്, ഞാൻ പുറത്ത്. ആയിക്കോട്ടെ, എന്താച്ചാ സംസാരിച്ചിട്ട് വാ. പോകുമ്പോ എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ, കേട്ടോടാ? ഓക്കേടാ, നിന്നോട് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. പോകുന്നതിന് മുമ്പ് അവസാനായിട്ട് മോൻ ഈ പാല് കുടിക്ക്.
ഇനി പറയാമ്മേ, എന്താ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളേ? എന്തു പറയാൻ? നീ എന്താ വിചാരിച്ചേ? നിന്റെ അമ്മ മാറിയെന്നു? ഒരിക്കലുമില്ല. നീ വിചാരിച്ച പോലെ ഒരു താഴ്ന്ന ജാതിക്കാരി വിവാഹം കഴിക്കാൻ എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ സമ്മതിക്കില്ല. അത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം. നീ ഇപ്പോൾ കുടിച്ചല്ലോ, അത് വെറും പാലല്ല, വിഷ, കൂടിയ വിഷം. കൂടിപ്പോയ ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോവും. എങ്ങോട്ടാ? പരലോകത്തേക്ക്. അമ്മേ, നിങ്ങളൊരു സ്ത്രീയാണോ? സ്വന്തം മകനെ അഭിമാനത്തിന്റെ പേരിൽ നിങ്ങൾ കൊല്ലാൻ വരെ തയ്യാറായി. നിങ്ങളൊരു അമ്മയല്ല. ഞാനെല്ലാം അറിഞ്ഞപ്പോഴേക്കും പോയിരുന്നു. അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അന്ന് തന്നെ പോലീസിനോട് എല്ലാം പറയാൻ ഞാൻ ഒരുങ്ങിയതാ. പക്ഷെ അച്ഛൻ ഒരാൾ കാരണം ഞാനൊന്നും പറയാതിരുന്നത്. അച്ഛൻ എന്നെ കാല് പിടിച്ചു പറഞ്ഞു, ആരും ഒന്നും അറിയണ്ടെന്ന്. അതുകൊണ്ടാ ഞാൻ. എന്നിട്ട് നിന്റെ അമ്മ എന്ത് നേടി? അതിനുള്ള ശിക്ഷയല്ലേ അവൾ ഈ അനുഭവിക്കുന്നത് മുഴുവൻ. കഴിഞ്ഞ മാസം ആക്സിഡന്റ് പറ്റി കോമയിലല്ലേ നിന്റെ അമ്മ. ഒന്നിനും പറ്റാതെ ഒരു ജീവച്ചടമായിട്ട്. നമുക്കൊക്കെ പുറത്തേക്ക് പോവാം. മീനു കുറച്ചു നേരം തനിയെ ഇരിക്കട്ടെ, അവൾക്ക് കുറച്ച് ആശ്വാസമാവും. ഓയ്, എന്റെ മീനുട്ടി ഇപ്പോഴും കരയാണോ? ഇങ്ങനെ കരയാതെ പെണ്ണെ. ഞാൻ നഷ്ടപ്പെട്ട നിന്റെ വേദന നീ കഴിഞ്ഞ 1 വർഷം കൊണ്ട് കരഞ്ഞു തീർത്തില്ലേ? അത് മതി. ഇനിയും നീ ഇങ്ങനെ കരഞ്ഞ എനിക്കെങ്ങനെ അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാ എൻ്റെ ആഗ്രഹം. നീ നിന്റെ വീട്ടുകാര് ആഗ്രഹിക്കുന്നത് പോലെ ദീപുവിനെ വിവാഹം കഴിക്കണം. നല്ല പയ്യന. അത് മാത്രല്ല, നിനക്കറിയാത്ത ഒരു സത്യം കൂടിയുണ്ട്. അവന് നിന്നെ ശരിക്കും ഇഷ്ടാ. നീ എന്നെ മറക്കണം, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങണം. അത് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും നീ ഇങ്ങനെ വിഷമിച്ച് നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. എനിക്കറിയാം നിനക്കതിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ ദീപുവിന് നിന്നെ മനസ്സിലാവും. അവൻ നിന്നെ നന്നായി നോക്കും. പ്ലീസ്, എന്നെ ആത്മാർത്ഥമായിട്ട് നീ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇതെനിക്ക് വേണ്ടി ചെയ്യണം.